ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള സാധനം മുഴുവനോടെ വായ്ക്കുള്ളിലേക്ക് കയറ്റി വെച്ച് അത് മുഴുവനോടെ കഴിച്ച് കഴിയുമ്പോൾ മാത്രമാണ് അടുത്ത പൂരി റെഡിയാക്കി കച്ചവടക്കാരൻ തരിക. അപ്പോൾ ഈ കച്ചവടക്കാരൻ നമ്മൾ കഴിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. നമ്മൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അയാൾക്ക് അടുത്തത് ഫില്ല് ചെയ്ത് റെഡിയാക്കി പ്ലേറ്റിലേക്ക് വെച്ച് തരാൻ. അത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കഴിക്കുന്നത് നോക്കി കച്ചവടക്കാരൻ നിൽക്കും. നമ്മൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അയാൾക്ക് അയാളുടെ ജോലി തുടരുവാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വിഷമം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത് മുറിച്ചൊന്നും കഴിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പം ഇതെല്ലാം കാരണം അത് റോഡരികിൽ നിന്ന് അത്ര കഷ്ടപ്പെട്ട് കഴിക്കുവാനുള്ള കഷ്ടപ്പാട് കാരണമാണ് ഞാൻ ഈ പാനിപൂരി കഴിക്കുവാൻ വേണ്ടി മെനക്കെടാത്തത്. എന്നാൽ പാനിപൂരി കഴിച്ചില്ലെങ്കിൽ ഒരു നാണക്കേടാണല്ലോ എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ എപ്പോഴും നിന്നിരുന്നതിനാൽ പാനിപൂരി കഴിക്കണമെന്നുള്ള ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. അപ്പം ഞാനും സഹോദരിയും മോളും കൂടെ ഉള്ള ഞങ്ങളുടെ വീട്ടിൽ പാനിപൂരി പാഴ്സലായി വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. മകള് ഒരുപാട് ബഹളം വെച്ചു. പാനിപൂരി അങ്ങനെ പാഴ്സലായി കിട്ടുകയില്ല, കാരണം ഇതിനകത്ത് വെള്ളങ്ങൾ പലതുണ്ട്, പുളിവെള്ളം പലതരത്തിലുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഈ വെള്ളം എല്ലാം കൂടെ അവർ പാഴ്സലാക്കി തരികയില്ല, ആരും അങ്ങനെ പാനിപൂരി പാഴ്സൽ വാങ്ങിക്കാറില്ല എന്ന് വെച്ച് കുറേ അധികം ബഹളം വെച്ചു. പക്ഷേ ഞങ്ങളുടെ നിർബന്ധം കാരണം അത് വാങ്ങിക്കൊണ്ട് വരാം എന്ന് ഏറ്റു. ഈ വെള്ളങ്ങളൊക്കെ വാങ്ങുവാൻ വേണ്ടി പാത്രങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടു. അങ്ങനെ ഇതെല്ലാം കൊണ്ടുപോയിട്ട് പാനിപൂരി പാഴ്സൽ വാങ്ങിക്കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇതിനകത്ത് പൂരിയായിട്ട് കിട്ടും. ആ പൂരിക്കുള്ളിൽ മസാല നിറയ്ക്കണം. മസാല നിറച്ചിട്ട് പിന്നെ ഇതിൻ്റെ വെള്ളം, പുളിവെള്ളം പലവിധം ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ നിൽക്കുന്നത്. അത് ഒഴിച്ചിട്ട് മുഴുവനോടെ കഴിക്കുകയാണ് ചെയ്യുക. പാനിപൂരി മുഴുവനോടെ കഴിക്കാൻ ഒട്ടും തന്നെ പറ്റിയല്ല എനിക്ക്. അതിനാൽ തന്നെ ഞാനത് കടിച്ചു മുറിച്ച് കഷണങ്ങളായി കഴിച്ചു. എങ്കിലും പാനിപൂരി കഴിച്ചു എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടായി. ഇപ്പം ഇത് അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു വിശേഷമായ ഒരു സംഭവമാണ്, ഒരു വിഭവമാണ്. എങ്കിലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിലെ ഘടകങ്ങൾ എല്ലാം തന്നെ ഒന്ന് തന്നെയാണ്. മുംബൈയിലുള്ള പല പേരുകളിൽ പലതരം വിഭവങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെ എല്ലാത്തിലും മെയിനായിട്ടുള്ള ഘടകം ഉരുളക്കിഴങ്ങ് ആണ്. ഉരുളക്കിഴങ്ങ് മസാല, പൂരി മസാലയാട്ടെ, പൊട്ടറ്റോ വടയാട്ടെ, അല്ലെങ്കിൽ പാനിപൂരി ആട്ടെ, എല്ലാത്തിലും പ്രധാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും അതിൻ്റെ കൂടെ ധാരാളമായി സവാളയുമാണ്. അപ്പം മുംബൈയിലുള്ള എല്ലാ വിഭവങ്ങളിലും